ചാലക്കുടി ബാങ്ക് കവർച്ചാ കേസിൽ പ്രതി കവർച്ച നടത്തിയത് രണ്ടാം ശ്രമത്തിൽ 14-ാം തീയതിക്ക് മുൻപും ബാങ്കിൽ കവർച്ച നടത്താൻ ശ്രമിച്ചതായി മൊഴി. അന്ന് പോലീസ് ജീപ്പ് കണ്ടതോടെ ശ്രമം ഉപേക്ഷിച്ചു. അതേസമയം പ്രതി പണം കൈമാറിയവർ ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലെത്തി. അഖിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഖിൽ, കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി കവർച്ച നടത്തിയത്. എന്നാൽ അതിവിദഗ്ധമായി പോലീസ് പ്രതിയെ കീഴടക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞത്? എന്തൊക്കെ നീക്കങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഇയാൾ നടത്തിയത്? ജീന, തീർച്ചയായും കൃത്യമായൊരു ആസൂത്രണം ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിൽ ചില പാളിച്ചകൾ, അതായത് എവിടെയൊക്കെ എല്ലാവരും എത്ര കൃത്യമായ ആസൂത്രണം നടത്തിയാലും എന്തെങ്കിലുമൊക്കെ ചെറിയ പിഴവുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള പിഴവുകൾ പ്രതിക്കും സംഭവിച്ചു. അത് കൃത്യമായി പോലീസ് കണ്ടെത്തി എന്നുള്ളതാണ്. വളരെ സൂക്ഷ്മമായ പരിശോധനയും അതോടൊപ്പം തന്നെ കൃത്യമായൊരു നിയന്ത്രണവും ഒക്കെ തന്നെയാണ് പോലീസിൽ ഇതിലേക്ക് എത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുതിയ വിവരം എന്ന് പറയുന്നത് ഇത് രണ്ടാം ശ്രമത്തിലാണ് പ്രതി ഈ മോഷണം നടത്തിയത് എന്നുള്ളതാണ്. ഈ മോഷണം നടക്കുന്നതിന് കൃത്യം 4 ദിവസം മുൻപ് പ്രതി ബാങ്കിലേക്ക് കവർച്ചയുമായി എത്തി. പക്ഷേ ആ സമയത്ത് ഈ പെട്രോളിങ്ങിന് എത്തിയ പോലീസിന്റെ ജീപ്പ് ഈ ബാങ്കിന് മുന്നിൽ കണ്ടതോടെയാണ് പ്രതി ശ്രമം ഉപേക്ഷിച്ച് മടങ്ങുന്നത്. അതിനുശേഷം വീണ്ടും ഈ 4-ാമത്തെ ദിവസം 14-ാം തീയതി ബാങ്കിലേക്ക് എത്തുന്നു. ഉച്ചയ്ക്ക് 2:12 പ്രതി ബാങ്കിനുള്ളിലേക്ക് കയറി പോകുന്നത്. ഒരു 2 മിനിറ്റ്, അത് 2 മിനിറ്റിനും 3 മിനിറ്റിനും ഇടയിലുള്ള സമയത്തിനുള്ളിൽ തന്നെ പ്രതി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അതിനുള്ളിൽ തന്നെ 15 ലക്ഷം രൂപയുമായി കടന്നു കളയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഈ കവർച്ച നടത്തി മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതേണ്ടത്. ഈ 15 ലക്ഷം രൂപയിൽ നിന്നും 10 ലക്ഷത്തിലധികം രൂപ ഈ വീടിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രതിയുടെ വീട്ടിലാണ്, ആശയപരമായ വീട്ടിലാണ്. ഈ വീട്ടിനുള്ളിൽ തന്നെ 12 ലക്ഷം രൂപയോളം ഉണ്ട് എന്നുള്ളതാണ്. 2,90,000 രൂപയാണ് പ്രതി താൻ കടം വാങ്ങിയ അന്നനാട് സ്വദേശികളായിട്ടുള്ള തൃശ്ശൂരിലെ തന്നെ അവരിൽ നിന്നും കടം വാങ്ങിയവർക്ക് ഈ കടം വീട്ടുന്നതിനായിട്ട് കൊടുത്ത് 2,94,000 രൂപ കൊടുത്തു. അത് ഇന്നലെ തന്നെ അവർ ഡിവൈഎസ്പി ഓഫീസിൽ എത്തിച്ചിരുന്നു. പക്ഷേ അത് അവർക്ക് തിരികെ നൽകിയിട്ടു. ഇനി കൃത്യമായി തന്നെ ഈ പ്രതിയുമായി അവിടേക്ക് എത്തി അവരിൽ നിന്നും അത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ, അതായത് വില്ലേജ് ഓഫീസർ, തഹസിൽദാർ അടക്കമുള്ള ഗസറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും സാന്നിധ്യത്തിൽ ഈ പണം ബന്ദോബസ്ത് എടുക്കും എന്നുള്ളതാണ്. ഈ വീട്ടിൽ സൂക്ഷിച്ച പണവും അത്തരത്തിൽ തന്നെയാണ് എടുക്കുക. പോലീസിന്റെ ഒരു സുരക്ഷയൊക്കെ ഈ വീടിന് ഇന്നലെ മുതൽ തന്നെ ഒരുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കൃത്യമായ പണം, അതായത് ചെറിയൊരു തുക മാത്രമാണ് പ്രതി ചെലവാക്കിയിട്ടുള്ളൂ എന്നൊരു മൊഴിയാണ് നൽകിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, അതിന് മാത്രം സമയമൊന്നും പ്രതിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ മോഷണം നടത്തി, അതായത് ആദ്യം ഈ എറണാകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ചു, അവിടെ നിന്നും തിരികെ വന്ന് റോഡുകൾ കയറിയാണ് പ്രതി ഇവിടേക്ക് എത്തുന്നത്. ഈ കൂടുതൽ CCTVകളും ഒഴിവാക്കാനുള്ള ശ്രമം എത്തി. ഹൈവേയിലേക്ക് കയറി 1-2 സ്ഥലത്ത് മാത്രമാണ് പ്രധാനമായും പോലീസിനെ വെച്ചത്. അതായത് 500-ലധികം CCTVകൾ പോലീസ് ഈ കേസിനായി പരിശോധിച്ചിട്ടുണ്ട്. അതായത് ഈ പരിസരത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാ CCTVകളും, ലഭ്യമാകുന്ന എല്ലാ CCTVകളും പോലീസ് കൃത്യമായി പരിശോധിച്ചിരുന്നു. അതിൽ നിന്നും ഈ പ്രതിയുടെ തോന്നുന്ന തരത്തിലുള്ള, അതായത് പ്രതി പോലീസിനെ പ്രധാനമായി സഹായിച്ചത് ഈ ഷൂവിന്റെ അതിനടിയിൽ ഒരു നിറമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഹെൽമെറ്റും പ്രതി മാറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ മോഷണം നടത്തി പോയതിനു ശേഷം തന്നെ പ്രതി ഈ കോട്ട് മാറ്റിയിരുന്നു. പക്ഷെ ആ കോട്ട് വീട്ടിലെത്തി ഈ വീട്ടിൽ വെച്ചാണ് കത്തിച്ചത് എന്നുള്ളൊരു മൊഴിയാണ് പ്രതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി പോലീസിന് ഏതായാലും പ്രതി രണ്ടാം ശ്രമത്തിലാണ് കവർച്ച നടത്തിയത്. ഷൂവും ഹെൽമെറ്റും ഒഴികെ വസ്ത്രം 3 തവണ മാറി. ഇതാണ് പോലീസിന് തുമ്പായത്.